നമസ്കാരം. രാജ്യസുരക്ഷയെ തന്നെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ബംഗ്ലാദേശികളും അതോടൊപ്പം തന്നെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം അനുദിനം കേരളത്തിൽ വർദ്ധിക്കുന്നത്. കേരളത്തിൽ മൊത്തമായി എത്ര അന്യസംസ്ഥാന തൊഴിലാളികൾ ഉണ്ട് എന്നത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന്റെ കയ്യിലോ ആഭ്യന്തര വകുപ്പിന്റെ കയ്യിലോ കണക്കുകൾ ഇല്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. പല പ്രാവശ്യം കേന്ദ്ര രഹസ്യ അന്വേഷണ വിഭാഗം സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു. അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലേക്ക് കൂട്ടമായി പലായനം ചെയ്തു വരാനുള്ള സാഹചര്യമുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കുക, ജാഗ്രത പാലിക്കുക എന്നത്. കേരളത്തിലേക്ക് വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ സംസ്ഥാനത്തിന് തന്നെ ഒരു സുരക്ഷ, ഒരു ഭീഷണി തന്നെ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ റിപ്പോർട്ട് നൽകുകയുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചിയിൽ ATS അടക്കം നടത്തിയ പരിശോധനയിൽ 27 ബംഗ്ലാദേശികളെയാണ് പോലീസ് പിടികൂടിയത്. അവരെ ചോദ്യം ചെയ്തപ്പോൾ ലഭ്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ കോൺഗ്രസ് പ്രവർത്തകൻ അറസ്റ്റിലായിരിക്കുകയാണ്. പെരുമ്പാവൂർ ഉൾപ്പെടെ കേരളത്തിൽ അനധികൃതമായി വീടുകൾ ഏജന്റുമാർ മുഖേന വാടകയ്ക്ക് താമസിക്കാൻ നൽകാറുണ്ട്. കൂടാതെ അതിഥി തൊഴിലാളികളുടെ കൂട്ടത്തിൽ വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് നുഴഞ്ഞുകയറിയ 27 ബംഗ്ലാദേശ് സ്വദേശികൾ പിടിയിലായതിനെ തുടർന്ന് കെട്ടിടം വാടകയ്ക്ക് നൽകിയ ഹർഷർ ഹുസൈനിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ബംഗ്ലാദേശികളായിരുന്നുവെന്ന് കോൺഗ്രസ് പ്രവർത്തകന് അറിയാമായിരുന്നുവെന്നും അന്വേഷണത്തിൽ പോലീസ് പറഞ്ഞിരിക്കുകയാണ്. നുഴഞ്ഞുകയറ്റക്കാരായ വിദേശികളെ കണ്ടെത്താനുള്ള ഓപ്പറേഷൻ ക്ലീൻ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം മന്നത്തെ വാടക വീട്ടിൽ നടന്ന പരിശോധനയിലാണ് ബംഗ്ലാദേശികൾ പിടിയിലായത്. എല്ലാവരും നിലവിൽ റിമാൻഡിലാണ്. പിടിയിലായ ബംഗ്ലാദേശികൾക്ക് തീവ്രവാദ ബന്ധങ്ങൾ ഉള്ളതായി സൂചനകൾ ഒന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നും, കൂടാതെ എല്ലാവരും ജോലി തേടി വന്നവരാണ് എന്നാണ് പ്രാഥമിക വിവരം. എന്നാൽ ഇവരെ കൂടുതൽ അന്വേഷണം നടത്തുകയാണ്, അതായത് ഇവരെ കുറിച്ച് കൂടുതലായി പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇവരുടെ കേസിന്റെ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ ഇവരെ ബംഗ്ലാദേശിലേക്ക് മടക്കി അയക്കാനുള്ള നടപടികൾ സ്വീകരിക്കൂ എന്നാണ് പോലീസ് പറയുന്നത്. നേരത്തെ കാഞ്ഞങ്ങാട് അനധികൃതമായി താമസിച്ചിരുന്ന ബംഗ്ലാദേശി പൗരൻ തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ട് എന്ന് വ്യക്തമായിരുന്നു. ആസാം പോലീസാണ് ഒരു കേസിന്റെ ഭാഗമായി ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. കേരള പോലീസ് ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുന്നില്ല എന്ന വിമർശനം ശക്തമാണ്. കേരളത്തിൽ ഒരു തരത്തിലുമുള്ള പരിശോധനയും ഇല്ല എന്നതും വലിയ രീതിയിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലേക്ക് താമസിക്കുന്നുണ്ട്. അന്യസംസ്ഥാനങ്ങളിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയും കേരളത്തിലെത്തിയാൽ ഏജന്റുമാർ മുഖേന ഒളിവിൽ കഴിയാനുള്ള സ്ഥലങ്ങൾ കൂടുതലാണ്. ഇതിനെതിരെ കർശന ജാഗ്രത പുലർത്തണമെന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടും ഉണ്ടായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ വാടക വീടുകളിൽ കൂടുതലായി അന്യസംസ്ഥാന തൊഴിലാളികൾ കൂട്ടമായിട്ട്, അതായത് 10, 20, 25 പേർ കൂട്ടമായിട്ടാണ് താമസിക്കുന്നത്. ഇവരുടെ തിരിച്ചറിയൽ കാർഡുകളൊന്നും തന്നെ വാടക വീട് നൽകുന്ന ഉടമസ്ഥർ ഒന്നും തന്നെ വാങ്ങി വയ്ക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. ന്യൂസ് ഡെസ്ക് തത്വമയി ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.